ഹായ്, എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്നുണ്ടെങ്കിൽ ആ ബ്രേക്കപ്പ് സംഭവിച്ച ആ വ്യക്തി, അതായത് നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനുള്ള സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, അവരുമായിട്ട് നിങ്ങൾക്കുണ്ടായ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളും അവരുമായിട്ടുള്ള കുറേ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, നല്ല ഓർമ്മകൾ ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ മോശമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് മറക്കാനായിട്ട് കഴിയുന്നുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഏറ്റവും മോശമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ, അതായത് അവരുമായിട്ട് നിങ്ങൾക്കുണ്ടായ ഒരു വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, രണ്ടുപേരും തമ്മിലുണ്ടായ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് മറക്കാനേ കഴിയുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് സംഭവിക്കുന്ന ആ ഒരു ടൈമിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം ഒരിക്കലും മറക്കാനായിട്ട് കഴിയുന്നില്ല, കുറേ ട്രൈ ചെയ്തിട്ടും അത് മനസ്സിന് പോകുന്നേ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ തമ്മിൽ പാച്ചപ്പ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ളതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ ഇടപെടൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പാച്ചപ്പ് ആവാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇടയിൽ ഒരുപാട് പേര് ഇടപെട്ടു എന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റു വ്യക്തികളായിരിക്കാം, മീൻസ് ഒരു തേർഡ് പേഴ്സൺ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വേറെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, ഒരു തേർഡ് പേഴ്സന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രശ്നം ഗുരുതരമാവുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് തീർക്കേണ്ട ആ ഒരു പ്രോബ്ലം മറ്റൊരാൾ ഇടപെടുന്ന സമയത്ത് വളരെയധികം കൂടുകയാണ് ചെയ്യുന്നുണ്ടാവുക. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. മറ്റുള്ളവർ ഇടപെട്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നത്തിൽ എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പാച്ചപ്പ് ആവില്ല എന്നുള്ളതാണ്. അങ്ങനെ പാച്ചപ്പ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, അവർ നിങ്ങളെ പിന്നീട് ഒരിക്കലും കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. കോൺടാക്ട് ചെയ്യാനായിട്ട് പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, പക്ഷെ എന്തൊക്കെ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവില്ല. ജസ്റ്റ് ഒരു മിസ് കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലും അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ നിങ്ങളെ വിട്ട് പോകാനായിട്ട് റെഡിയാണ്, അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ പ്രശ്നമല്ല എന്ന രീതിയിലേക്ക് ആ പേഴ്സൺ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളെ മറക്കാൻ കഴിയാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു മെസ്സേജ് എങ്കിലും അവർ അയച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ എങ്ങനെയാണ്, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളൊന്നും മെസ്സേജ് അയക്കാതെയോ വിളിക്കാതെയോ അയാളെ കുറിച്ച് അറിയാതെയോ ഇരിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് കുറെ നാൾ കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള തയ്യാറെടുപ്പുകളും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല, അവർ നിങ്ങളെ വിട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് തയ്യാറാണെന്നുള്ളതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവരുടെ സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ സഹായിക്കാനായിട്ട് തയ്യാറാവുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചാലഞ്ചസ് വരുന്നുണ്ടാവും. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ചാലഞ്ചസ് വരുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിരിക്കാം, മീൻസ് ആ ഒരു പ്രോബ്ലം സോൾവ് ആയി വരേണ്ടതായിരിക്കാം. പക്ഷേ അത്തരത്തിൽ നിങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ചോദിക്കാൻ പോലും അവർ തയ്യാറാവുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് അറിഞ്ഞാൽ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഒരു രീതിയിലും നിങ്ങളെ സഹായിക്കാൻ പോലും ആ പേഴ്സൺ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ വ്യക്തി നിങ്ങളെ വിട്ട് പോയിട്ടുണ്ട്, മീൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്. സോ നിങ്ങൾ തമ്മിൽ പാച്ചപ്പ് ആവില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 4 പോയിന്റ്സ്, ഈ ഒരു 4 സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ പേഴ്സൺ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, റെയർ ആയ കേസിൽ മാത്രമാണ് ഇത് പോസിബിൾ ആവുള്ളൂ എന്നുള്ളതാണ്. അതായത് അത് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കുള്ളൂ. സോ നിങ്ങൾ ഇപ്പോഴും ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് അതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല, അവർ തിരിച്ചു വന്നാലോ എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അഥവാ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരെ തന്നെ വേണം, അതായത് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വേണം, അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം, ലൈഫ് ലോങ് ആ റിലേഷൻഷിപ്പ് കൂടെ വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുള്ള പ്രോബ്ലംസ് സോൾവ് ആവാൻ വേണ്ടിയിട്ട്, അതായത് ആ പേഴ്സണെ, നിങ്ങളുടെ എക്സിനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സ്ക്രീനിന്റെ മുകളിലായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.